നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 412 412. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 24-ാം അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 28. യഃ പരം ബ്രഹ്മ സാക്ഷാത് ത്രിഗുണാജീവസഞ്ചിതാത് ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോ ഹി മേ. അതിൻ്റെ വാക്കാർത്ഥം വരുമ്പോൾ, യാതൊരുവൻ അതിവേഗവത്തരമായ കൂടസ്ഥനിൽ നിന്നും ത്രിഗുണത്തിൽ നിന്നും ജീവനിൽ നിന്നും വേറിട്ടിരിക്കുന്ന ഭഗവാനായ വാസുദേവനെ ഫലകാംക്ഷ കൂടാതെ ശരണം പ്രാപിച്ചവനോ അവൻ എനിക്ക് പ്രിയം തന്നെ എന്നാണ് അവന് വാക്കാർത്ഥം പറയാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ, അനുഗ്രഹ കാരണം എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊരുവൻ അതിസൂക്ഷ്മമായ കൂടസ്ഥനിൽ നിന്നും ത്രിഗുണാത്മകമായ പ്രധാനത്തിൽ നിന്നും ജീവനിൽ നിന്നും വേറിട്ടിരിക്കുന്ന ശുദ്ധ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ വാസുദേവനെ ഫലകാംക്ഷ കൂടാതെ ശരണം പ്രാപിച്ചിരിക്കുന്നുവോ അവൻ എനിക്ക് പ്രിയനാകുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾ പുരുഷോത്തമനായ ശ്രീ വാസുദേവനെ ശരണം പ്രാപിച്ചവരായതുകൊണ്ട് നിങ്ങളിൽ എനിക്ക് പ്രീതിയുണ്ടായിരിക്കുന്നതെന്ന് സാരം. അതായത് ശ്രീമൻ നാരായണനെ പറ്റി പരമശിവൻ ഈ പ്രചേതസ്സുകളോട് പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ 29-ാമത്തെ ശ്ലോകം. സ്വധർമ്മനിഷ്ഠശതജന്മ വിപുമാൻ വിരിഞ്ചതാം ഏതി തതപരം ഹിമാം അവ്യാകൃതം ഭാഗവതോ അധ വൈഷ്ണവം പദം യഥാഹം വിബുധാകലാത്യയേ. ഇതിൻ്റെ വാക്കാർത്ഥം വരുമ്പോൾ, സ്വധർമ്മത്തിൽ വ്രതത്തോടുകൂടിയ പുരുഷൻ 100 ജന്മം കൊണ്ട് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അതിനേക്കാൾ ഉത്കൃഷ്ട പുണ്യത്താൽ എന്നെ പ്രാപിക്കുന്നു, അതായത് ശിവനെ പ്രാപിക്കുന്നു. ഭഗവൻ ഭക്തനാകട്ടെ കാര്യത്തെ അതിക്രമിച്ചിരിക്കുന്ന വൈകുണ്ഠത്തെ ദേവന്മാരും ഞാനും എന്ന പോലെ ദേഹനാശത്തിൽ പ്രാപിക്കുന്നു. ദേഹം നശിക്കുമ്പോൾ പുനരഭിജനനം ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാനുള്ള സത്കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രമണ്ഡലം ഭേദിച്ച് സൂര്യമണ്ഡലത്തിലെത്തി അവിടെ ജീവൻ്റെ ആശാപാശങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ സ്വതസിദ്ധമായിട്ടുള്ള ബ്രഹ്മസ്വരൂപമായിട്ട് വൈകുണ്ഠത്തിലേക്ക് എത്തി ഭഗവാനിൽ ലയിക്കുന്നു. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, ശ്രീ വാസുദേവൻ ബ്രഹ്മാദികളെക്കാൾ ഉത്കൃഷ്ടനാണെന്ന്, അതായത് ബ്രഹ്മാവിനേക്കാളിലും ശിവനേക്കാട്ടിലും ഉത്കൃഷ്ടനാണെന്ന് കാണിച്ചുകൊണ്ട് ഭക്തന്മാരുടെ മാഹാത്മ്യത്തെ ബോധിപ്പിക്കുന്നു. ആര്? പരമശിവൻ പ്രചേതാക്കളോട്. സ്വവർണാശ്രമധർമ്മത്തെ യഥാവധി നടത്തുന്ന മനുഷ്യൻ 100 ജന്മം അങ്ങനെ കഴിയുമ്പോൾ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. ആ വിധം നിഷ്ഠയില്ലാതിരുന്നാൽ അത്ര കാലം കൊണ്ടും ആ സ്ഥാനം ലഭിക്കയില്ലെന്ന് സാരം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ബ്രഹ്മാവിൻ്റെ സത്യലോകത്തെത്താൻ തന്നെ അതികഠിനമായ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ആവശ്യമാണെന്നായി. അതിനേക്കാൾ അധികരിച്ച പുണ്യ അതിശയത്താൽ എന്നെ പ്രാപിക്കാം. അതായത് ബ്രഹ്മലോകത്തിനേക്കാൾ കഷ്ടപ്പെടണം എവിടെ എത്താൻ? കൈലാസത്തിൽ പരമശിവൻ്റെ സന്നിധാനത്തിലെത്തണമെങ്കിൽ. ശ്രീ വാസുദേവ ഭക്തനോ അവൻ്റെ ശരീരനാശത്തിൽ ഞാനും മറ്റുള്ള ദേവന്മാരും ഞങ്ങളുടെ അധികാരകാല അവസാനത്തിൽ എന്ന പോലെ
ശ്രീ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുന്നു. അതിനാൽ ഭാഗവതൻ ഞങ്ങളോട് തുല്യനെന്ന് സാരം. പരമശിവന് തുല്യനാണ് ഭാഗവതം പഠിച്ചിട്ടുള്ള ആൾ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 30ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? അധ ഭാഗവതായൂയം പ്രിയാസ്ത ഭഗവാൻ യഥാ നമൽ ഭാഗവതാനാം ച പ്രയാനന്യോ അസ്തി കർഹചിത്. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അതിനാൽ ഭഗവത് ഭക്തന്മാരായ നിങ്ങൾ ഭഗവാൻ എന്ന പോലെ പ്രിയന്മാരാകുന്നു. ഭാഗവതന്മാർക്കും എന്നേക്കാൾ പ്രിയമുള്ളവൻ അന്യൻ കാലത്തുമില്ല. അതായത് അന്യനായിട്ട് വേറൊരാളും ഇല്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, നിങ്ങൾ ഭഗവത് ഭക്തന്മാരായതുകൊണ്ട് ഭഗവാൻ എന്ന പോലെ എൻ്റെ പ്രിയന്മാരാകുന്നു. അതായത് പരമശിവന് മഹാവിഷ്ണു എത്രത്തോളം പ്രീതിയുള്ളവനാണ്, പ്രിയമുള്ളവനാണ്, അതേപോലെയാണ് ഭാഗവത ഭക്തന്മാർ എന്ന് പറയുണ്ടായി. ഭഗവത് ഭക്തന്മാർക്കും എന്നേക്കാൾ പ്രിയം മറ്റാരെയും ഒരു കാലത്തും ഇല്ലെന്നതും സുപ്രസിദ്ധമാകുന്നു. ഞാൻ നിങ്ങളെ എന്ന പോലെ നിങ്ങൾ എന്നെയും സർവാത്മന സ്നേഹിച്ചു കൊള്ളണമെന്ന് സാരം. അതായത് പരസ്പര വൈരുദ്ധ്യം ഉണ്ടാവരുത്. ഏകത്വത്തിൽ നാനാത്വം കാണരുത്, നാനാത്വത്തിൽ ഏകത്വം കാണാം. എന്നിട്ടോ അന്യോന്യ വിശ്വാസ സ്നേഹബന്ധമാണ് ഗുരുശിഷ്യഭാവത്തെ ഉറപ്പിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. ഇവിടെ ഭഗവാൻ പരമശിവൻ ഗുരുവായിട്ടും പ്രചേതസ്സുകൾ ശിഷ്യന്മാരുമായിട്ടാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? അന്യോന്യ വിശ്വാസ സ്നേഹബന്ധം. പരസ്പരം വിശ്വാസം വേണം, സ്നേഹം വേണം, ബന്ധം വേണം. ഇനി 31ാമത്തെ ശ്ലോകം പറയുന്നു, ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം വരം നിശ്രേയസകരം ച അഭിശ്രൂയതാം തത്വതാമിവാം. ശുദ്ധികരവും ആനന്ദകരവും ഏറ്റവും പരമപുരുഷാർത്ഥ സാധകവുമായ ഇത് സ്പഷ്ടമാകും വണ്ണം ജപിക്കത്തക്കതാകുന്നു. അതിനെ നിങ്ങളോട് പറയാം, കേൾക്കൂ. അതായത് ഭഗവാനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തുന്നത് എന്ന് പ്രചേതസ്സുകൾക്ക് ഭഗവാൻ പരമശിവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേൾക്കുക. നിങ്ങൾ പ്രിയന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് ഹിതമായ ഉപദേശം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു. ഇതിനെ നിങ്ങൾ ജപിക്കുവിൻ. രാഗാദി ദോഷങ്ങളെ തീർത്ത് ഭഗവത് പ്രസാദത്തെ പ്രാപിപ്പാനുള്ള യോഗ്യതയെ അന്ധക്കരണത്തിന് ഉണ്ടാക്കി തീർക്കും. അന്ധക്കരണത്തിന്, മനസ്സിന് എന്നർത്ഥം. മനസ്സിലുള്ള മാലിന്യങ്ങൾ പോയാലേ ശുദ്ധി ഉണ്ടാവുള്ളൂ. ആ ശുദ്ധിയാണ് ഗുണാതീതനായിരിക്കുന്ന പരമ്പൊരുളിനെ പ്രാപിക്കാനുള്ള അഭ്യാസകാലത്ത് തന്നെ ഭഗവത് ദർശനജന്യവും ആനന്ദാനുഭവരൂപവുമായ മംഗളം സിദ്ധിക്കും. അവസാനത്തിൽ മോക്ഷത്തെയും സാധിക്കും. അത്രയും ശ്രേഷ്ഠതയുള്ള മന്ത്രമാണിത്. അതിനെ നിങ്ങൾക്ക് ഉപദേശിക്കാം. മനസ്സിരുത്തി കേൾക്കുവിൻ എന്ന് പറഞ്ഞു. ആരെ? പരമശിവൻ. മൈത്രേയ വാച. മൈത്രേയർ വിതരോട് പറയുന്നു. 32ാമത്തെ ശ്ലോകം. ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹതാൻ ശിവ ബദ്ധാഞ്ജലീൻ രാജപുത്രാൻ നാരായണ പരോ വചാം. ഇപ്രകാരം ഹൃദയത്തിൽ ദയയോടുകൂടിയവനും നാരായണനിൽ തൽപരനുമായ ഭഗവാനായ ശിവൻ അഞ്ജലീബന്ധം ചെയ്തു നിൽക്കുന്ന ആ രാജപുത്രന്മാരോട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? അത് അടുത്ത ശ്ലോകത്തിൽ. അപ്പം ഈ പറഞ്ഞ വാക്കാർത്ഥത്തിൻ്റെ ഭാവാർത്ഥം പറയാം. ആദ്യം മൈത്രേയൻ പറഞ്ഞു, ഇപ്രകാരം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന കാരുണ്യത്തോടും ശ്രീനാരായണനിൽ ഭക്തിയോടും കൂടിയ ഭഗവാൻ ശ്രീ ശിവൻ വിനയപൂർവം നമസ്കാരാദികൾ ചെയ്ത് ശിരസിൽ കൈകളെ വെച്ച് തൊഴുതു നിൽക്കുന്ന ആ രാജപുത്രന്മാരോട് പറഞ്ഞു. എന്ത്? ഗുരുപദേശം ഫലിക്കണമെങ്കിൽ ഗുരുവിന് ശിഷ്യവാത്സല്യം, ഭഗവത് ഭക്തി, ജ്ഞാനാദി പരിപൂർത്തി, അതായത് അറിവ് അറ്റ് ഇറ്റ്സ് പീക്കായിരിക്കണം. എന്തെങ്കിലും കുറച്ച് അറിഞ്ഞാൽ പോരാ.
മുതലായ ഗുണങ്ങളും ശിഷ്യന് ഗുരുഭക്തി ഭഗവത് ഭക്തി മുതലായ ഗുണങ്ങളും ഉണ്ടായിരിക്കണമെന്ന് രണ്ടാമതും സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഭഗവാൻ ശിവൻ എന്തു പറഞ്ഞു? അതാണ് ശ്രീരുദ്രാവാച 33-ാമത്തെ ശ്ലോകം. ജിതന്ത ആത്മവിദുര്യസ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമ. ആരേനെയാണ് നമിക്കണത്? എല്ലാവരുടെയും ഹൃദയഗുഹ്വരത്തിൽ വിരാജിക്കുന്ന ഭഗവാനെയാണ് നമസ്കരിക്കേണ്ടത്. എങ്ങനെ? ആത്മാവിനെ അറിഞ്ഞവരിൽ ശ്രേഷ്ഠന്മാരുടെ സ്വസ്തിക്കായിക്കൊണ്ട്, സ്വസ്തി എന്ന് പറഞ്ഞ സമാധാനം, ശാന്തി എന്നൊക്കെ അർത്ഥം, അങ്ങയാൽ ജയിക്കപ്പെട്ടിരിക്കുന്ന എനിക്ക് സ്വസ്തി ഭവിക്കണമേ, അതായത് എനിക്ക് ശാന്തി ഭവിക്കണമേ. അങ്ങയാൽ സ്വാനന്ദത്താൽ, സ്വന്തം ആനന്ദത്താൽ സിദ്ധമായിരിക്കുന്നു. എങ്ങനെ? സർവസ്വരൂപനും അന്തര്യാമിയുമായ അങ്ങയ്ക്ക് നമസ്കാരം. സർവസ്വരൂപനും അന്തര്യാമിയുമായ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞത്. ശ്രീ രുദ്രൻ അരുളി ചെയ്തു. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്, ശ്രദ്ധിക്കുക. ഭക്തൻ ഭഗവാന്റെ ഉത്കർഷത്തെ വർണ്ണിച്ചുകൊണ്ട് തനിക്ക് ആനന്ദത്തെ നൽകണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഉപദേശിക്കുന്നു. എനിക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യൂ എന്ന് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഹേ ഭഗവൻ, ആത്മാവിനെ അറിഞ്ഞിരിക്കുന്നവരിൽ വെച്ച ഉത്കൃഷ്ടന്മാരായവരുടെ ആനന്ദത്തിനായിക്കൊണ്ട് അങ്ങ് സർവോത്കൃഷ്ടനായി വർത്തിക്കുന്നു, സർവത്തിനും ഉത്കൃഷ്ടനായിട്ട് വർത്തിക്കുന്നു. എനിക്കും ആനന്ദം ഭവിക്കണമേ. ആനന്ദമാകുന്ന സ്വരൂപത്താൽ തന്നെ അങ്ങയ്ക്ക് സർവവും സിദ്ധമായിരിക്കുന്നതിനാൽ ഭക്താനുഗ്രഹത്തിനായിട്ടു തന്നെ അങ്ങയുടെ മാഹാത്മ്യം വിളങ്ങുന്നു. സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായ നിന്തുരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ഈ ഒരു പാഠം ഇല്ലാത്തതാണ് നമുക്ക് ദോഷം. ആരും ആരെയും ദ്രോഹിക്കാതെ ഇരിക്കണമെങ്കിൽ ഈ പാഠം സർവരിൽ എത്തണം. ഏത്? എല്ലാ ജീവന്മാരിലും ഈശ്വരൻ തേജോമയനായിട്ട് കുടികൊള്ളണു എന്നുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പോൾ 34-ാമത്തെ ശ്ലോകം പറയണു. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ. നാഭിയിൽ താമരയോടുകൂടിയവനും സൂക്ഷ്മങ്ങൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ ആത്മാവായിരിക്കുന്നവനും വാസുദേവനായും ശാന്തനായും നിർവികാരനായും, കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ നിർവികാരനായും സ്വയമേവ പ്രകാശിക്കുന്നവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞത്. എല്ലാവരിലും ആരും എണ്ണ ഒഴിക്കണില്ല, തിരിഞ്ഞു കിട്ടണില്ല, സിഗരറ്റ് ലൈറ്റർ കത്തിക്കണില്ല. അതുകൊണ്ടാണ് സ്വയമേവ പ്രകാശിക്കുന്നവനുമായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. സാമാന്യേന ഭഗവാനെ നമസ്കരിച്ച ശേഷം വിശേഷ രൂപേണ നമസ്കരിക്കേണ്ടതായ ക്രമത്തെ ഉപദേശിക്കുന്നു. ലോകോൽപത്തിക്ക് കാരണമായിരിക്കുന്ന താമരപ്പൂവിനെ, ഈ താമരപ്പൂവ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന ഭൂമി എന്നതിൻ്റെ അർത്ഥം പറയണം. അപ്പോൾ താമരപ്പൂവിനെ നാഭിയിൽ ധരിച്ചിരിക്കുന്ന ശ്രീനാരായണന് നമസ്കാരം. പൃഥിവ്യാദി പഞ്ചമഹാഭൂതങ്ങൾ, ഗന്ധാദികളായ തന്മാത്രകൾ, ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങൾ, ഇവയുടെ നിയന്താവായ ഈശ്വര നമസ്കാരം. ചിത്തത്തിൽ അധിവസിക്കുന്ന വാസുദേവന് നമസ്കാരം. സർവവിക്ഷേപങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന നിർവികാര ശാന്തസ്വരൂപന് നമസ്കാരം. അന്യവസ്തുക്കളെ പ്രകാശിപ്പിച്ചും താനെ തന്നെ പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന തേജോമയന് നമസ്കാരം. ഇത്രയും നമസ്കാരങ്ങൾ പഠിച്ചാൽ തന്നെ എല്ലായി. ഇനി 35-ാമത്തെ ശ്ലോകം പറയണു. സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച നമോ വിശ്വപ്രബോധായ പ്രത്യുപ്നായ അന്തരാത്മനെ. അപ്പോൾ ഭഗവാൻ എവിടെ ഇരിക്കണു? അന്തരാത്മനെ, എല്ലാവരെയും അകത്താണ് ഇരിക്കണത്. അതറിയാണ്ടാണ് നമ്മൾ ഗുരുവായൂർക്ക് വെച്ച് പിടിക്കണത്. അപ്പോൾ പറയണു,
നാശമില്ലാത്തവനും അന്തം വരുത്തുന്നവനും സൂക്ഷ്മ സ്വരൂപനായ ആദിശേഷന് നമസ്കാരം. സർവജ്ഞാന സ്വരൂപനും അന്തരാത്മാവുമായിരിക്കുന്ന പ്രത്യുപ്നന് നമസ്കാരം എന്ന് പറഞ്ഞു. അതാണ് ഈ വാസുദേവൻ, പ്രത്യുപ്നൻ, അനിരുദ്ധൻ, സംഘർഷൻ. ഇവരാണ് മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി, ഈ നാലുവരായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. നാശരഹിതനും സ്വമുഖാഗ്നിയാൽ പ്രളയകാലത്തിൽ ലോകത്തെ ദഹിപ്പിക്കുന്നവനും അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയും അഹങ്കാരത്തിൽ നിന്ന് വേർതിരിച്ചറിവാൻ സാധിക്കാത്ത വിധം സൂക്ഷ്മസ്വരൂപനുമായിരിക്കുന്ന സംഘർഷമെന്ന് നമസ്കാരം. ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയും ബോധസ്വരൂപനും അന്തരാത്മാവുമായിരിക്കുന്ന പ്രത്യുപ്നന് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി 36-ാമത്തെ ശ്ലോകം ഒരു 3 വരി ശ്ലോകമാണ്, ഒരു 1.5 ശ്ലോകമാണ്. ശ്രദ്ധിക്കുക. നമോ നമോ അനിരുദ്ധായ ഹൃഷികേശ ഇന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണ്ണായ നിവൃതാത്മനെ സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമ. ഈ 3 ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുകയാണെങ്കിൽ, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായ, ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്ന അനിരുദ്ധന്, ഇത് ബൈഹാട്ട് പഠിക്കണം, ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നത് അനിരുദ്ധന് നമസ്കാരം. പിന്നെയോ പരിപൂർണനും ക്ഷയവൃദ്ധിയില്ലാത്ത സ്വരൂപമുള്ളവനും അന്ധക്കരണത്തിൽ വസിക്കുന്നവനും സ്വർഗത്തിലും മോക്ഷത്തിനും ദ്വാരമായിരിക്കുന്നവനുമായ സൂര്യന് എല്ലായ്പ്പോഴും നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന മനസ്സിൻ്റെ പ്രേരകനായ അനിരുദ്ധന് നമസ്കാരം. കിരണങ്ങളാൽ സർവത്ര നിറഞ്ഞിരിക്കുന്നവനും ക്ഷയവൃദ്ധി കൂടാതെ എന്നും ഒരുപോലെ ഇരിക്കുന്നവനും സ്വർഗപ്രാപ്തിക്കും മോക്ഷപ്രാപ്തിക്കും കാരണമായിരിക്കുന്ന കർമ്മങ്ങളെ നടത്തുവാൻ ഉപകരിക്കുന്ന കലാകാഷ്ടാദികളായ കാലങ്ങളുടെ സ്വരൂപഭൂതനും സർവപ്രാണികളുടെ അന്ധക്കരണത്തിലിരിക്കുന്നവനുമായ സൂര്യസ്വരൂപനായ ഭഗവാന് എല്ലായ്പ്പോഴും നമസ്കാരം. സദാസേവ്യ സദാസേവ്യ എന്നാ പറയേ. 37-ാമത്തെ ശ്ലോകം പറയുന്നു. നമോ ഹിരണ്യവീര്യായ ചതുർഹോത്രായ ദന്തവേ നമ ഊർജയിഷേത്രയ്യ പദയേ യജ്ഞരേതസേ. ഈ ശ്ലോകത്തിൻ്റെ വാക്കർത്ഥം ഇങ്ങനെ വരുന്നത്. സ്വർണമാകുന്ന തേജസ്സോടു കൂടിയവനും ചാതുർഹോത്രം എന്ന കർമ്മത്തിൻ്റെ സാധനമായിരിക്കുന്നവനും വിസ്തരിപ്പിക്കുന്നവനുമായ അഗ്നിക്ക് നമസ്കാരം എന്നാണ്. അഗ്നിയെ നമസ്കരിക്കണം. എന്നിട്ടോ പിതൃക്കളുടെ അന്നമായും ദേവന്മാരുടെ അന്നമായും യജ്ഞസാധകങ്ങളെ ജനിപ്പിക്കുന്നവനുമായിരിക്കുന്ന വേദപാലകന്, അതായത് ചന്ദ്രന് നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യനും ചന്ദ്രനും വിദ്യകളൊക്കെയായി. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ചാതുർഹോത്രം എന്ന വൈദിക കർമ്മത്തെ സാധിപ്പിക്കുന്നവനും വാക്കുകളുടെ അധിഷ്ഠാന ദേവതയുമായിരിക്കുന്ന അഗ്നിസ്വരൂപനായ ഭഗവാന് നമസ്കാരം. പിതൃക്കൾക്കും ദേവകൾക്കും അന്നമായിരിക്കുന്നവനും അമൃതകിരണത്താൽ യാഗസാധനങ്ങളായ സോമലതാദികളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതുകൊണ്ട് വേദോക്ത കർമ്മങ്ങളുടെ പാലകനുമായിരിക്കുന്ന ചന്ദ്രസ്വരൂപനായ ഭഗവാന് നമസ്കാരം എന്നാണ് പറഞ്ഞത്. ഇനി ശ്ലോകം 38. തൃപ്തിദായ ജീവാനാം, ജീവന് തൃപ്തി കൊടുക്കുന്നവൻ. നമഃസർവരസാത്മനെ സർവസത്വാത്മദേഹായ വിശേഷായ സ്തവീയസേ. അതായത് ജീവന്മാർക്ക് തൃപ്തിയെ നൽകുന്ന സർവരസസ്വരൂപന് നമസ്കാരം. സർവപ്രാണികളുടെ ദേഹമായിരിക്കുന്നവനും സൃഷ്ടിരൂപനായിരിക്കുന്നവനുമായ വിശേഷത്തിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു.
അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. മാധുര്യാദി ഷഡ് രസങ്ങൾ, 6 തരം രസങ്ങൾ സ്വരൂപമായിരിക്കുന്നതും സർവപ്രാണിവർഗങ്ങൾക്കും തൃപ്തിയെ നൽകുന്നതുമായ ജലസ്വരൂപനായ ഭഗവാന് നമസ്കാരം. എന്തുണ്ടായിട്ടും കാര്യമില്ല, ജലപാനം ഇല്ലെങ്കിൽ ഒരു സോളിഡ് ഫുഡും ഇറങ്ങില്ല നമ്മൾക്ക്. അതായത് ദോശ കഴിക്കുമ്പോൾ തൊണ്ടേ കുടുങ്ങിയിട്ട് ഒരു സ്ത്രീ മരിക്കണ്ടായി കഷ്ടി ഒരു 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 3 ആഴ്ച മുന്നേ. അപ്പോൾ പറയണു, സർവപ്രാണികളുടെ ഓരോ വൃഷ്ടി ശരീരമായും സമഷ്ടി ശരീരവുമായിരിക്കുന്ന ഭൂമി സ്വരൂപനായ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി 39 എന്താ പറഞ്ഞത്? നമസ്ത്രൈലോക്യപാലായ സഹോജോ ബലായ ച അർത്ഥലിംഗായ നഭസേ നമോ അന്തർബഹിരാത്മനേ. ത്രിലോക പ്രാണികളെ ഭക്ഷിക്കുന്നവന്, 3 ലോകത്തെയും പ്രാണികളെ ഭക്ഷിക്കുന്നവന് മനോബലം ഓജോബലായ, അതായത് മനോബലം, ഇന്ദ്രിയബലം, ദേഹബലം എന്ന രൂപത്തിലിരിക്കുന്നവന് നമസ്കാരം. മനോബലമായിട്ടും ഇന്ദ്രിയബലമായിട്ടും ദേഹബലമായിട്ടും ഇരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഉള്ളിലും പുറത്തും ആത്മസ്വരൂപത്തോടു കൂടിയതും പദാർത്ഥങ്ങളെ അറിയിപ്പിക്കുന്നതുമായിരിക്കുന്ന ആകാശത്തിന് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, പ്രാണരൂപനായിട്ട് ത്രിലോകത്തിലുള്ള പ്രാണിവർഗങ്ങളുടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സാമർത്ഥ്യത്തെ നൽകി രക്ഷിക്കുന്ന വായുസ്വരൂപനായ ഭഗവാന് നമസ്കാരം. ശബ്ദദ്വാര ലൗകിക കാലലൗകിക പദാർത്ഥങ്ങളെ അറിയിപ്പിച്ചും ഉള്ളിലും പുറത്തും അവകാശത്തെ നൽകി സകല വ്യവഹാരത്തിനും കാരണമായിരിക്കുന്ന ആകാശസ്വരൂപനായ ഭഗവാന് നമസ്കാരം. ഇനി ശ്ലോകം 40. നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ. എന്താണ് വാക്കാർത്ഥം വരുന്നത്? പുണ്യമായും അധികം തേജസ്സോടുകൂടിയും ഇരിക്കുന്ന സ്വർഗലോകത്തിനായിക്കൊണ്ട് നമസ്കാരം. പ്രവൃത്തിക്ക് കാരണമായും നിവൃത്തിക്ക് കാരണമായും ഇരിക്കുന്ന കർമ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. പിതൃദേവനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഓരോരുത്തർക്കും വിളിച്ചു പറഞ്ഞിട്ടാണ് നമസ്കാരം. അതിനാണ് വിളിച്ചു ചൊല്ലി പ്രായച്ചിത്തം എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? പുണ്യകർമ്മത്താൽ പ്രാപിക്കത്തക്കതും. പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ സൽഗുണം ആണ്. എല്ലാ ജീവജാലങ്ങളോടും സൽഗുണം മര്യാദയോട് കൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ പ്രകാശബഹുലമായും ഇരിക്കുന്ന സ്വർഗവൈകുണ്ഠലോകസ്വരൂപനായ ഭഗവാന് നമസ്കാരം. ജനന മരണാദി സംസാര പ്രാപ്തിക്ക് കാരണമായ പ്രവൃത്തി കർമ്മസ്വരൂപനും പുനരാവൃത്തിരഹിതമായ വൈകുണ്ഠപ്രാപ്തി രൂപമായ മോക്ഷം സാധിപ്പിക്കുന്ന നിവൃത്തി കർമ്മസ്വരൂപനും പിതൃദേവസ്വരൂപനുമായ ഭഗവാന് നമസ്കാരം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 41 ശ്ലോകം നോക്കുക. അതെന്താ? നമോ അധർമ്മ വിഭാഗായ മൃത്യുവേ ദുഃഖദായ ച നമസ്തേ ആശിഷാം ഈശ മനവേ കാരണാത്മനേ. അധർമ്മത്തിൻ്റെ പരിഭാഗമായിരിക്കുന്ന ദുഃഖം നൽകുന്ന മൃത്യുവിന് നമസ്കാരം. ഏറ്റവും വലിയ ദുഃഖം മൃത്യുവിന് തന്നെയാണ്. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയാലോ പ്രാണപ്രയാണോത്സവം എഴുതി പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഈശ്വര ആശിസ്സുകളുടെ കാരണാത്മാവായും സർവജ്ഞനായും ഇരിക്കുന്ന
അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: അധർമ്മകർമ്മത്തിൻ്റെ പരിഭാഗ സ്വരൂപമായ ദുഃഖം യാതൊന്നോ അതിനെ പ്രാണികൾക്ക് നൽകുന്ന അണ്ടകസ്വരൂപനായ ഭഗവാന് നമസ്കാരം. സർവദേവന്മാരുടെയും ഈശ്വരനായിരിക്കുന്ന ഭഗവൻ സർവാഭീഷ്ടങ്ങളെയും അടിഞ്ഞുകൊണ്ടും സർവന്തര്യാമിയായും എല്ലാം നൽകുന്നവൻ ശക്തനുമായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി 42ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞ ശ്രദ്ധിക്കുക: നമോ ധർമായ ബൃഹതേ കൃഷ്ണായ അഗുണ്ടമേധസേ പുരുഷായ പുരാണായ സംഖ്യയോഗേശ്വരായ ചാം. ഇതിനെന്താ അർത്ഥം വരിക? പറയണോ? മഹത്തായ ധർമ്മത്തിന് നമസ്കാരം, അഗുണ്ഠയായ ജ്ഞാനശക്തിയോടുകൂടിയ കൃഷ്ണന് നമസ്കാരം, പുരാണായ പുരുഷായ പുരാണപുരുഷന് നമസ്കാരം, സാഖ്യയോഗേശ്വരന് നമസ്കാരം എന്നൊക്കെ പറയണ്ടേ. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം എന്താ? ഉത്തമലോകപ്രാപ്തിക്ക് ഹേതുവായിരിക്കുന്ന മഹത്തായ ധർമ്മം യാതൊന്നോ അതാകുന്നു സ്വരൂപത്തോടു കൂടിയ ഭഗവാന് നമസ്കാരം. ഒരു കാലത്തും നശിക്കാത്തതായ ജ്ഞാനശക്തിയോടുകൂടിയ നിത്യാനന്ദ സ്വരൂപനായ ദേവകീപുത്രനായ കൃഷ്ണന് നമസ്കാരം. കപിലാദ്യാചാര്യ സ്വരൂപേണ സാഖ്യയോഗ മാർഗത്തെ പ്രചരിപ്പിച്ച ഭഗവാന് നമസ്കാരം. ഏതു കാലത്തും നാശമില്ലാതെയിരിക്കുന്ന പുരാണപുരുഷനായ ഭഗവാന് നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. അവിടെ നിർത്താം നമ്മൾക്ക്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.